ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫോർമലും ഇൻഫോർമലുമായിട്ടുള്ള ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ വരും എന്ന് നമുക്ക് അതിന്റെ ഫോർമാറ്റ് പോലെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നോക്കാം ഫോർമൽ ഗ്രീറ്റിംഗ്സ്. ഫോർമൽ ഗ്രീറ്റിംഗ്സിൽ എങ്ങനെ നമ്മൾ ഫോർമലായിട്ട് ഒരാളോട് ഗ്രീറ്റ് ചെയ്യുക, വിഷ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ജെയിംസ്, ഗുഡ് മോർണിംഗ് പ്രൊഫസർ അലക്സ്, ഹൗ ആർ യു ഡൂയിങ്. നമ്മൾ പറയാൻ ഗുഡ് മോർണിംഗ്, നമസ്കാരം പ്രൊഫസർ അലക്സ്, താങ്കൾ ഹൗ ആർ യു ഡൂയിങ്, താങ്കൾ ഇന്ന് എങ്ങനെ പോകുന്നു എന്നുള്ള രീതി നമ്മൾ ചോദിക്കും. പിന്നെ ജെയിംസ്, ഐ ആം ഗ്രേറ്റ് താങ്ക് യു. ജെയിംസ് പറയാനും എനിക്ക് ഐ ആം ഗ്രേറ്റ്, എനിക്ക് കുഴപ്പമില്ല, എന്തുവാ നന്ദി നമ്മൾ പറയാനും. എനിക്ക് സുഖമാണ്, നന്ദി. ദിസ് ഈസ് മൈ ഫ്രണ്ട് ഇഷോ, ഷീ ഈസ് തിങ്കിങ് അബൌട്ട് അപ്ലൈയിങ് ടു ദിസ് കോളേജ്. ഇതെന്റെ ഫ്രണ്ട് ഇഷോ ആണ്, ഇഷോ ഈ കോളേജിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഷീ ഹാസ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ്, വുഡ് യു മൈൻഡ് ടെല്ലിങ് us about the process please. അവർക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, ചോദ്യങ്ങളൊക്കെ ഉണ്ട്. താങ്കൾക്ക് വിഷമമില്ലെങ്കിൽ താങ്കൾ അതൊന്ന് പറഞ്ഞു തരുമോ പ്ലീസ്, ദയവായി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാണ്. പിന്നെ നമ്മൾ പ്രൊഫസർ അലക്സ് പറയാണ്, ഹലോ ഇഷ. അപ്പൊ നമ്മൾ പറയുമ്പോ ഹലോ ഇഷ, ഹലോ എന്ന് നമ്മൾ പറയത്തില്ല. മലയാളത്തിൽ പറയുമ്പോൾ ഹായ് ഇഷ എന്നൊക്കെ നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു. ഓ, താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഐ ആം മോർ ദാൻ ഹാപ്പി ടു സ്പീക്ക് വിത്ത് യു. എനിക്ക് എന്നേക്കാൾ കൂടുതൽ സന്തോഷമാണ് നിന്നോട് സംസാരിക്കാൻ. പ്ലീസ് സ്റ്റോപ്പ് മൈ ഓഫീസ് നെക്സ്റ്റ് വീക്ക്. എൻ്റെ ഓഫീസ് അടുത്ത ആഴ്ചത്തേക്ക് നിർത്തി വെക്കൂ എന്നുള്ള രീതിയിൽ പറയാണ്. പിന്നെ ഇഷ പറയാണ്, ഇറ്റ്സ് പ്ലഷർ ടു മീറ്റ് യു പ്രൊഫസർ, ഐ വിൽ ബി ഏബിൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ എന്ന് പറയാണ്. പ്രൊഫസർ, നിങ്ങളെ മീറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാൻ ഞാൻ കേപ്പബിൾ ആണ്, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പറയാൻ. ഓക്കെ, സോ അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ നോക്കിയത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും see you.